നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സുഖകരമാവില്ല. ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് എല്ലാം ഒരുമിച്ച് ബുദ്ധിമുട്ടാകുന്നത് എന്നതുപോലും നമ്മൾക്ക് മനസ്സിലാക്കാതെ പോകും. അത് നമ്മുടെ തെറ്റാണോ അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു പരീക്ഷണമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്. 2026 മെയ് മാസം മുതൽ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കായി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണഘട്ടം തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ദുരിതകാലം എന്നതിലുപരി ജീവിതം നമ്മളെ ശക്തരാക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്ന പ്രധാനമായ മാറ്റം മാനസികമായ സമ്മർദ്ദമാണ്. ചിലപ്പോഴൊക്കെ ഒന്നും തെറ്റായിട്ടില്ലെങ്കിലും മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നും. ചുറ്റുപാടുമുള്ള ആളുകളുടെ പെരുമാറ്റം പോലും നിങ്ങളെ വേദനിപ്പിക്കും. ചിലർക്കിത് ബന്ധങ്ങളിൽ ഒരു ദുരിതമായി തോന്നാം. ഒരിക്കൽ വളരെ അടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ അകന്നു പോകുന്നത് പോലെ തോന്നും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തളർത്താൻ പോലും സാധ്യതയുണ്ട്. ഇനി സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാം. പ്രതീക്ഷിച്ചിരുന്ന പണം വൈകുക, ചില അനാവശ്യ ചിലവുകൾ കൂടുക, അല്ലെങ്കിൽ വരുമാനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന ചിന്ത സ്വാഭാവികമായും മനസ്സിൽ വരും. പക്ഷേ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ഈ സമയം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ മാറ്റാനും വളർത്തുവാനുമാണ്. ഈ സമയത്തിന് നിങ്ങൾ പഠിക്കേണ്ടത് ക്ഷമയാണ്, സ്വയം വിശ്വസിക്കുവാനുള്ള ശക്തിയാണ്, ആരെ വിശ്വസിക്കണം എന്നുള്ള തിരിച്ചറിവാണ്. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മളെ ഒറ്റപ്പെടുത്തും. അത് നമ്മളെ തകർക്കാനല്ല, നമ്മളെ തന്നെ തിരിച്ചറിയുവാൻ സഹായിക്കുവാനാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സാണ്. നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽ മുഴുകി പോകാതിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ദൈവവിശ്വാസം ഈ സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ശക്തിയാകും. ദിവസവും കുറച്ചു സമയം പോലും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതുമാണ്. ഏറ്റവും ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് മനസ്സിൽ ഒരുതരം അശാന്തിയും ആശയക്കുഴപ്പവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും കൂടുതൽ ആലോചിച്ച് മനസ്സിനെ അലട്ടുന്ന ഒരു സ്വഭാവം വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്താണ് ശരിയായ തീരുമാനമെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടും ഉണ്ടാകാം. പക്ഷേ ഈ സമയം നിങ്ങളെ സ്വയം നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും പഠിപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി ക്ഷമയോടെ മുന്നോട്ടു പോകുക. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഓം നമഃശിവായ ജപിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയൊരു സമാധാനം നൽകും. രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ വൈകുന്നതും ചില അനാവശ്യ ചിലവുകൾ കൂടുന്നതും നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കാം. എന്നാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഘട്ടമാണ്. നിങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കുകയും ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ പിന്നീട് വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും. ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും വെള്ളിയാഴ്ച ദീപം തെളിയിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും. മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് ബന്ധങ്ങളിൽ ചെറിയ അകലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ അടുത്തിരുന്ന ആളുകൾ പോലും അകന്നു പോയതായി തോന്നാം. അത് നിങ്ങളെ മാനസികമായി ബാധിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ ആശയവിനിമയ രീതിയെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ശാന്തമായി സംസാരിക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുകയും കോപം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമാകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ ജോലി അല്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്തത് നിങ്ങളിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാം. എന്നാൽ ഈ സമയം നിങ്ങളെ കൂടുതൽ ശക്തനും സ്വതന്ത്രവുമായ ഒരാളാക്കി മാറ്റുന്നതാണ്. നിങ്ങൾ കഠിനാധ്വാനം തുടരുകയും
ആത്മവിശ്വാസം കൈവിടാതിരിക്കുകയും ചെയ്താൽ ഈ കാലഘട്ടം കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നേടാൻ കഴിയും. സൂര്യ നമസ്കാരം ചെയ്യുകയും ഹനുമാൻ ചാലിസ വായിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കും. ഇനി ഏറ്റവും അവസാനത്തെ നക്ഷത്രം നോക്കാം, രേവതി നക്ഷത്രം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നതിലൊരു ആശയക്കുഴപ്പം അനുഭവപ്പെടാം. ജീവിതത്തിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നാം. ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്നൊരു സംശയം ഉണ്ടാകാം. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള വളർച്ചയുടെ തുടക്കമാണ്. നിങ്ങൾക്കായി ശരിയായ വഴി കണ്ടെത്താൻ ഈ സമയം സഹായിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഓം നമോ നാരായണായ ജപിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും വ്യക്തതയും നൽകും. ഈ 5 നക്ഷത്രങ്ങൾക്കും ഒരേ ഒരു സന്ദേശമാണുള്ളത്. ഇതൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഈ സമയം നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉറപ്പായും വരും. ഇത് നിങ്ങൾക്ക് ശരിയായി തോന്നിയെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യൂ. ഒപ്പം തന്നെ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.